ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः. ओम शांति. മാന്യ അധ്യക്ഷൻ ശ്രീ AR രാധാകൃഷ്ണൻ അവരുടെ, പൂജനീയ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ, ആദരണീയ ശ്രീനാരായണ രത്നം ശ്രീമതി പ്രീതി നടേശൻ അവരുടെ, SNDP യോഗത്തിൻ്റെ കൗൺസിലർ ബഹുമാനപ്പെട്ട ശ്രീ KK ബിനു അവരുടെ, SNDP യോഗത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ ഷാജിൻ നെടുമുറി അവരുടെ, വേദിയിലെ വിശിഷ്ട അതിഥികളെ, ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളെ, നമസ്കാരം. ലൗകിക തലത്തിൻ്റെ അഗ്നിപരീക്ഷകളെ വ്രതകാർക്കശ്യത്തോട് അതിജീവിച്ച് വീടും നാടും ഉപേക്ഷിച്ച് വനാന്തരങ്ങളിൽ തപസ്സനുഷ്ഠിച്ച് സിദ്ധിച്ച ജ്ഞാനത്തെയും സിദ്ധികളെയും തൻ്റെ ദേഹത്തെ പോലും ജനക്ഷേമത്തിനായി സമർപ്പിച്ച മഹാത്യാഗിയും മഹാസന്യാസിയും സാക്ഷാൽ ഭഗവാന്റെ അവതാരവുമായ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങള്, കൃതികള് ആധുനിക ലോകത്തിൻ്റെ ശാസ്ത്രമാണ്, സയൻസാണ്. ഈ ശാസ്ത്രത്തെ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി, ശ്രീനാരായണ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി രാജ്യത്തെങ്ങും ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവർ പടയോട്ടം നടത്തിയപ്പോൾ അദ്ദേഹം ഉഴുത് പാകപ്പെടുത്തിയ നിലത്തില് സമയത്തിന് വിത്തെറിഞ്ഞ് വിളവെടുക്കുക മാത്രമാണ് ശ്രീനാരായണ ഗുരു ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശ്രീനാരായണ വിചാര കേന്ദ്രത്തിലെ മെഡിറ്റേഷൻ സെന്റർ, യോഗ സെന്റർ, എക്സിക്യൂട്ടീവ് ഹാൾ, ജ്യോതിഷ താന്ത്രിക പഠന ഹാള്, ഗ്രന്ഥശാല, പ്രാർത്ഥനാ ഹാള്, ഡൈനിങ് ഹാള് എന്നിവയെല്ലാം ശ്രീനാരായണ സമൂഹത്തിന്, ശ്രീനാരായണീയർക്ക് അർഹതപ്പെട്ടതാണെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ സംവിധാനങ്ങളെല്ലാം തന്നെ SNDP യോഗത്തിനും യൂണിയനും ശാഖകൾക്കും അനുബന്ധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും സൗജന്യമായി ഉപയോഗിക്കാമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് എൻ്റെ. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മഹാരഥനായ ഡോക്ടർ പൽപു, കവിതയിൽ കാളിദാസനോളം വളർന്നെത്തിയ മഹാകവി കുമാരനാശാൻ, കുശാഗ്രബുദ്ധിയായ CV കുഞ്ഞിരാമൻ, സാഹിത്യ നായകനായ മുർക്കോത്ത് കുമാരൻ, സിംഹം എന്നറിയപ്പെട്ട C കേശവൻ, വിപ്ലവത്തിന്റെ വിശിഷ്ട യോദ്ധാവെന്നറിയപ്പെട്ട സഹോദരൻ അയ്യപ്പൻ, വിദ്യാഭ്യാസ വിചക്ഷണനായ R ശങ്കർ എന്നിവരുടെ എല്ലാം ആകെ തുകയാണ് നമ്മുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവர்கள் എന്ന് പറയുവാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അത് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല. അദ്ദേഹത്തിന്റെ സംഘടനാ പാടവം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അംഗീകരിച്ചതാണ്. അദ്ദേഹത്തിന്റെ വാക്ധോരണിയുടെ ബലമായി, അദ്ദേഹത്തിന്റെ അശാന്ത പരിശ്രമത്തിന്റെ ബലമായി താന്തോന്നികളായ ഈഴവ സമുദായത്തിലെ 99% ജനങ്ങളെയും ശ്രീനാരായണ
ദാർശനികതയുടെ പേരിൽ SNDP യോഗത്തിന്റെ പേരിൽ സംഘടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളൊക്കെ തന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ കോൺഗ്രസ് ആണ്, മറ്റിതര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, പ്രവർത്തകനാണ് എന്ന് പറയുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ശ്രീനാരായണീയ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും തന്നെ SNDPയുടെ ശാഖാ മെമ്പറാവാനും ശാഖാ സെക്രട്ടറി ആവാനും യൂണിയൻ സെക്രട്ടറി ആവാനും പ്രസിഡന്റും ഭാരവാഹികളൊക്കെ ആവാനും മത്സരിക്കുന്ന കാഴ്ച നാം കാണുന്നു. എന്തുകൊണ്ടാണത്? SNDP യോഗത്തിന് ഇവിടെ ഉണ്ടായ പരിവർത്തനമാണത്. ഈ രാജ്യത്ത് ശ്രീനാരായണ സമൂഹം ഉണർന്നതിന്റെ ഫലമായിട്ടാണ് നമുക്കെല്ലാവർക്കും SNDP-കാരൻ എന്ന് പറയാനുള്ള ആ ആത്മധൈര്യം വന്നത്. അതിന് നമുക്ക് വേറെ ആരോടും കടപ്പാടില്ല. ആ കടപ്പാടുള്ളത് ബഹുമാനപ്പെട്ട SNDP യോഗത്തിന്റെ സംഘടനാ പാടവത്തിന്റെ സർഗശില്പിയായ വെള്ളാപ്പള്ളി നടേശൻ അവറുകളോടാണ് എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം SNDP യോഗത്തിന്റെ നേതൃസ്ഥാനത്തിലേക്ക് പെട്ടെന്നുയർന്നു വന്ന ആളല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 50 വർഷക്കാലത്തിലധികമായി അദ്ദേഹം കേരളത്തിലെ തന്നെ മഹാക്ഷേത്രങ്ങളിലൊന്നായ കണിച്ചുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. എന്താണ് കണിച്ചുകുളങ്ങര ഭഗവതി ക്ഷേത്രം? എന്താണ് കണിച്ചുകുളങ്ങര ഭഗവതി ക്ഷേത്രം? ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് 21 ദിവസങ്ങളായി ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. 21 ദിവസങ്ങളിലായി ജനലക്ഷങ്ങളാണ് അവിടെ പങ്കുചേരുന്നത്. അവിടുത്തെ ഉത്സവത്തിന് ആനയും അമ്പാരിയുമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് ദിനം പ്രതി അന്നദാനം നടത്തുന്നു. ലക്ഷദീപങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി നിരവധി ഭക്തജനങ്ങൾ അവിടെ വന്നെത്തിച്ചേരുന്നു. അവിടെ ചിക്കിരിക്കുട്ടികൾ എന്ന് പറയുന്ന ഭഗവതിയുടെ സേവയ്ക്കായി, ഭഗവത് പ്രീതിക്കായി 100 കണക്കിന് കുട്ടികള് ഭഗവതിയുടെ ഉടയാടകൾ അണിഞ്ഞുകൊണ്ട് ഈ 21 ദിവസവും ക്ഷേത്രത്തില് താമസിച്ച് ഭജനമിരിക്കുന്നു. ചരിത്ര സംഭവമാണത്. അവിടെ ആത്മീയതയുടെ പ്രസരിപ്പ് മാത്രമല്ല നിലനിൽക്കുന്നത്, അവിടെയുമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നു. അതിനെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് 50 വർഷമായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. അവിടെ 10 കരകളിൽ നിന്നായി 10,000-കണക്കിന് ആളുകളാണ് ആ ക്ഷേത്രത്തിൽ അംഗങ്ങള്. വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി അല്ല, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുകളെയല്ല അവർ തെരഞ്ഞെടുക്കുന്നത്. അവർ തെരഞ്ഞെടുക്കുന്നത് അവരുടെ ഒരു മുതലാളിയെയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്. അവർക്കെല്ലാവർക്കും നടേശൻ മുതലാളിയാണ്. പണം അധികമായത് കൊണ്ടോ ധാരാളം തൊഴിലാളികൾ കൂടെയുള്ളത് കൊണ്ടോ മുതലാളിയായതല്ല. അവിടുത്തെ മുഴുവൻ ജനങ്ങളും ജനങ്ങളുടെ മുതലാളിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നടേശൻ മുതലാളിയാണ്, ജനങ്ങളുടെ മുതലാളിയാണ്. അത് നേടിയെടുത്തത് അവിടുത്തെ അധസ്ഥിത ജനവിഭാഗത്തിന്റെ പാവപ്പെട്ടവരുടെ അവശത അനുഭവിക്കുന്ന